നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിനിടയാക്കിയ തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് റെയിൽവേക്കും സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി മന്ത്രി എം.ബി. രാജേഷ്. മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേ ഗുരുതരമായ അനാസ്ഥ വരുത്തിയെന്ന് പറഞ്ഞ മന്ത്രി പ്രതിപക്ഷ നേതാവ് ദുരന്ത മുഖത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തി. ഇതുപോലെ ഒരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്ന പ്രവൃത്തി ഉണ്ടാക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് സർക്കാരിനെതിരെ തിരിഞ്ഞു. നാട് മുഴുവൻ ജോയിയെ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിമർശനം നടത്താനുള്ള വിവേകമെങ്കിലും അദ്ദേഹം കാത്തിരിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ഈ നിമിഷം വരെ അതിന് മറുപടി നൽകാതിരുന്നത് അതിനുള്ള സമയമല്ലാത്തതുകൊണ്ടാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന് ഇത്തരക്കാർ ആലോചിക്കണം. മത്സരിച്ച കുറ്റപ്പെടുത്തലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പലരും എന്നും രാജേഷ് പറഞ്ഞു. മാലിന്യ സംസ്കരണം ആരുടെയെങ്കിലും പ്രത്യേക ഉത്തരവാദിത്വമായി സർക്കാർ കണക്കാക്കുന്നില്ല. അതിലെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ്. ഓരോ വ്യക്തികളും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. മാലിന്യം ശൂന്യാകാശത്ത് നിന്ന് വന്നതല്ല. ആ നിലയ്ക്ക് ഇതിനെ കാണണമെന്നും മന്ത്രി പറഞ്ഞു. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരോ ഏതെങ്കിലും ചെയ്യാൻ കഴിയില്ല. ഒരു തവണ ചെയ്തപ്പോൾ റെയിൽവേ നിലപാട് കർശനമാക്കി. പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ആക്ട് ഉപയോഗിച്ചു. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാനാകില്ല എന്നാണ് പറയുന്നത്. ആ ആക്ട് ഉപയോഗിച്ചാണ് കോർപ്പറേഷനെയും മറ്റും തടഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാവുന്നത് റെയിൽവേ അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ്. അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് റെയിൽവേ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും അതിന്റെ സർക്കുലർ കയ്യിലുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾ ഒരു വിലയും കൽപ്പിക്കാത്തത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇതിനായി യോഗം ചേരേണ്ടേ എന്നൊക്കെ പറഞ്ഞത്. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നത് റെയിൽവേ പിന്തുണ തേടി 2024 ജനുവരി 31 അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷൻ മാനേജർമാർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷന് മറുപടി നൽകിയിട്ടില്ല. പാലക്കാട് ഡിവിഷന് ഒരു മാസം കഴിഞ്ഞ് മറുപടി നൽകി. അതിനുശേഷം ഏപ്രിൽ 1 അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 2 ഡിവിഷൻ മാനേജർമാരെയും യോഗത്തിന് വിളിച്ചു. 2 പേരും പങ്കെടുത്തില്ല. പകരം 2 ജൂനിയർ ഉദ്യോഗസ്ഥരെ അയച്ചു. റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട 20 കാര്യങ്ങൾ ആ യോഗത്തിൽ നിശ്ചയിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല എന്നും മന്ത്രി പറഞ്ഞു. വൻകിട മാലിന്യ ഉൽപാദകരുടെ കൂട്ടത്തിലാണ് റെയിൽവേ എന്നാണ് ഹൈക്കോടതി അടുത്തിടെ പറഞ്ഞത്. റെയിൽവേ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റതായതോടുകൂടി പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നു. അതോടെയാണ് റെയിൽവേ നടപടിയിലേക്ക് കടന്നത്. 2 മുൻ കേന്ദ്രമന്ത്രിമാരും റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ സമീപനത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നും ഇനിയും നടപടി ഉണ്ടാകില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് പ്രതിപക്ഷവും മുൻ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന സർക്കാരിനെ ആക്ഷേപിക്കുന്നത് എന്നുമാണ് മന്ത്രി പറയുന്നത്. എന്നാൽ മന്ത്രിയെ പൂർണ്ണമായി തള്ളുകയാണ് റെയിൽവേ.